കുശവൻ്റെ കയ്യിൽ തന്നെ ഇരുന്ന് ഈ പാത്രം ഉടഞ്ഞു. കുശവൻ്റെ കയ്യിൽ തന്നെ ഇരുന്ന് ഈ പാത്രം ഉടഞ്ഞതുകൊണ്ട് ദൈവമക്കളായ നമുക്കൊരാശ്വാസം. തിരിച്ചതിനെ പണിയാൻ കഴിയുന്നവൻ്റെ കയ്യിൽ തന്നെ ഇരുന്നാണ് ഉടഞ്ഞത്. ഉടഞ്ഞ പാത്രത്തോട് വൈരാഗ്യമില്ല, ദേഷ്യമില്ല, ഉടഞ്ഞതിനെ വലിച്ചെറിയലില്ല, കാലുകൊണ്ട് നീക്കിക്കളയലില്ല. വീണ്ടും അതിനെ കുഴച്ച് പരുവപ്പെടുത്തി പാത്രമാക്കി മാറ്റാൻ കുശവൻ റെഡിയാണ്. ഇത് ഉപയോഗത്തിനായി മറ്റൊരാളുടെ കയ്യിലെത്തിയതിന് ശേഷമാണ് പൊട്ടുന്നതെങ്കിൽ വൈരാഗ്യം കൊണ്ട്, ദേഷ്യം കൊണ്ട് ഇവൻ വലിച്ചെറിയും. പക്ഷേ കുശവന് വൈരാഗ്യമില്ല, ദേഷ്യമില്ല, ഇതിനെ മറ്റൊന്നായി പണിയാൻ തീരുമാനിക്കും. നാം ഉടയപ്പെട്ടത് ദൈവസന്നിധിയിലാണെങ്കിൽ ഭയപ്പെടരുത്. തിരിച്ചു പണിയാൻ കഴിയുന്ന ദൈവസാന്നിധ്യത്തിനകത്താണ് നീ ഇരിക്കുന്നത്. ദൈവത്തിൻ്റെ കയ്യിലിരുന്നാണ് നീ പൊട്ടിയതെങ്കിൽ ഭയപ്പെടരുത്. ദൈവം തിരിച്ചു പണിയാൻ കഴിയുന്ന ദൈവത്തിൻ്റെ അടുക്കലിരുന്നാണ് നീ പൊട്ടിയത്. പ്രാർത്ഥനയിൽ ഇരുന്നപ്പോഴാണ് നീ തകർന്നതെങ്കിൽ ഭയപ്പെടരുത്. തിരിച്ചു നിന്നെ പണിയാൻ, നിന്നെ മിനുക്കിയെടുക്കാൻ കഴിയുന്ന ദൈവാന്തരീക്ഷത്തിനകത്താണ് നീ പൊട്ടിയത്. ആ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കും.